ഇതുപോലെ വല്ലവനെയും ചവിട്ടിക്കൊല്ലുന്നവനെയും കേട്ടോ, അടിച്ചു കൊല്ലുന്നവനെയും ആസിഡ് ഒഴിക്കുന്നവനെയും തീ വെക്കുന്നവനെയും ഇതുപോലെ കൊള്ളിവെപ്പ് നടത്തുന്നവനും ഒക്കെയാണ് നാളെ നമ്മളെ ഭരിക്കാൻ വരേണ്ടത്. അതിപ്പോൾ നമ്മൾ കാണുന്നതാണല്ലോ, നമ്മൾ കാണുന്ന കാര്യമാണ്, വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഭരിക്കുന്നവരിൽ പലരും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. MP ആയിട്ടിരിക്കുന്ന ഒരാൾ ചെയ്ത കാര്യം നമുക്കറിയാമല്ലോ എന്ന് പറയുന്ന പോലെ ഉള്ള. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം കേട്ടോ, അവർക്ക് സ്ത്രീകളെ ഉപദ്രവിക്കാം, യാതൊരു പ്രശ്നവുമില്ല, എല്ലാം ചെയ്യാം, ഇതെന്ത് ചെയ്യാം അവർക്ക്. കാരണം ചോദിക്കാനും പറയാൻ ആരുമില്ല. ഇതില്ലാതാകുന്നതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ കലാലയ രാഷ്ട്രീയമാണ്. ഈ കലാലയ രാഷ്ട്രീയം നിർബന്ധമായിട്ടും നിരോധിക്കണം. നിരോധിച്ചില്ലെങ്കിൽ അതിൻ്റെ കാരണം, ഇപ്പോൾ കൊയിലാണ്ടിയിൽ ഒരു കോളേജിൽ നടന്ന സംഭവം, ഒരു കുട്ടിയുടെ അവൻ്റെ മൂക്കും എല്ലാം ഇടിച്ച് നശിപ്പിച്ച് മൂക്കിൻ്റെ പാലമൊക്കെ തകർത്ത് റെഡിയാക്കി. എന്നിട്ടെന്താ, ഈ ഇടിച്ചവന്മാർ നേരെ ആശുപത്രി പോയേക്കാണ്. പോയിട്ട് ഇവന് ഭയമല്ലേ, ഇവനെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? അവന്മാർ പറഞ്ഞു കൊടുത്തു ബൈക്ക് അപകടമാണ്. അങ്ങനെ എഴുതിച്ചു അവിടെ. ഇതാണ് ഇത്രയും കള്ളത്തരം കാണിക്കുന്നതാണ് ഈ വിദ്യാർത്ഥികൾ ഈ കാലത്ത്. ഇവനെയൊക്കെ ഉണ്ടല്ലേ, എവിടെയൊക്കെ ചാട്ടവാറിട്ട് അടിക്കണം, ഇവനെയൊക്കെ ഈ തുറുങ്കിലടക്കേണ്ടതാണ് ഈ രീതി. അത് അത്രയും കള്ളത്തരം കാണിക്കാൻ അവിടെ പോയില്ലേ, ആ കള്ളം അവിടെ ചെയ്തില്ലേ, അവൻ 201 അനുസരിച്ച് അവന്മാരെ അറസ്റ്റ് ചെയ്യണ്ടേ അതിനകത്ത്. കാരണം ഇത്രയും കള്ളത്തരം പറഞ്ഞ് ബൈക്ക് അപകടം ഒന്ന് ഡോക്ടറെ കൊണ്ട് അവിടെ എഴുതിച്ച് ആശുപത്രി റെക്കോർഡ് ചെയ്യിപ്പിച്ചു. അതാണ് ഇവനെ ഒരു ഇടിമുറി കൊണ്ടുപോയിട്ട് ഇടിച്ചതാണ്. ഒരുപാട് ഒരു കുഞ്ഞിനെ ഇത്രയും ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ മനുഷ്യരാണ്. 2ാം വർഷ കെമിസ്ട്രി BSc വിദ്യാർത്ഥിയാണ്, അവനെയൊക്കെ ഉപദ്രവിക്കുന്നതാണ് കേട്ടോ യവന്മാർക്കൊക്കെ. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു കെട്ടിടത്തിലോട്ട് വലിച്ചടിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ട് അടച്ചിട്ട് അങ്ങ് ഇടിക്കുക. എന്തിനാ ഇടിക്കുന്നത് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അത് ഭാഗ്യത്തിന് അവൻ്റെ തന്തയാണെങ്കിലും അവൻ പിടിച്ചിടിച്ചനെ, സ്വന്തം തന്തയെ. ഇതെങ്ങനെയാവും, കാരണം ബോധമില്ലല്ലോ ഇവനൊക്കെ ഒന്നാമത് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കും. ഈ വീട്ടിൽ നിന്ന് നോക്കാൻ ആരുമില്ല, അതൊന്നും നോക്കത്തില്ല. പിന്നെ പണമുണ്ട്, അത് കൂടാതെ ബാക്കി എന്ത് തോന്നിവാസം കാണിച്ചാലും ചേട്ടന്മാർ സംരക്ഷിച്ചോളും എന്നാവുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാം, അതാ കാര്യം. അപ്പം നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് കേരളത്തിൽ കലാലയങ്ങളിൽ രാഷ്ട്രീയം നിരോധിക്കണം. ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വേണ്ട, ആവശ്യമില്ല. ഈ സംഘടനകളെല്ലാം പിരിച്ചുവിടണം. അപ്പം ചോദിക്കും, വിദ്യാർത്ഥിക്ക് ഒരു പ്രശ്നം വന്നാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വിദ്യാർത്ഥികൾക്ക് വന്നാൽ പിന്നെ ആര് നോക്കുന്നു? ശരിയാ, യുവമാർ തന്നെ നോക്കേണ്ടതാണ്. നമ്മൾ കണ്ടതാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നം. ഇവർക്ക് എന്തായാലും എന്ത് വന്നാലും ഒരു പെണ്ണ് കേസ് ആവശ്യമുണ്ട്. അത് ഞാൻ പറഞ്ഞു, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒരു വളരെ വന്യവയോധികനായ ഒരു രാഷ്ട്രീയം, അതായത് കേരളത്തിലെ അത്രയും പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തെ ഒതുക്കാൻ എന്തുവാ, പെണ്ണിനെ ഉപയോഗിക്കുകയാണ് അവിടെ. സ്ത്രീ, അവർക്ക് സ്ത്രീകളെ ഉപയോഗിച്ച് അവർ ചെയ്യും ഇങ്ങനെ ഉള്ള കാര്യം. ഇതാണ് അത് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്താ ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ ന്യായീകരിക്കാൻ ഒരു പരാതി ഇല്ലാതിരുന്നിട്ട് ഈ ഡീൻ ഉൾപ്പെടെ അവസാനം ഈ സംഭവം കഴിഞ്ഞിട്ട് ഒരു പരാതി എഴുതി വാങ്ങിച്ച് ഞായറാഴ്ച ഓഫീസ് തുറന്ന് അതിനകത്ത് കയറ്റി കേട്ടോ പരാതി സ്വീകരിച്ച് നടപടിയെടുക്കുകയാണ്. കാര്യം എന്താ, ഈ മരിച്ചുപോയവനെ അവൻ അസാൻമാർഗിക നടപടി പിടിക്കപ്പെട്ടെന്നും അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് വിദ്യാർത്ഥികൾ വയലൻ്റായി അവനെ അടിച്ചു പോകുന്നതെന്നും വെറുതെ തീർക്കാൻ വേണ്ടിയാണ് ഈ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതുപോലുള്ള സംരക്ഷണം ഇവന്മാർക്ക് കൊടുക്കും. ഇതെന്നൊക്കെ ഈ പെണ്ണ് കേസ് ഉണ്ടാക്കാൻ പോലും ഇവന്മാർക്ക് ഈ ധാരണ കൊടുക്കുന്നല്ലോ. അത് ഈ കലാലയ രാഷ്ട്രീയം കൊണ്ടല്ലേ. ഈ കലാലയ രാഷ്ട്രീയം കൊണ്ട് ഇനി അന്നേരം ഒരു വിദ്യാർത്ഥിക്ക് പ്രശ്നം വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് മരുന്നുണ്ട്. ഒരു രാഷ്ട്രീയവും ഇല്ലാതെ അവിടെ യൂണിയൻ രൂപീകരിക്കണം, അതായത് ഇലക്ഷൻ നടത്തണം. ഈ ആളുകൾക്ക് ഇഷ്ടമുള്ള നല്ല വളരെ സന്മാർഗമുള്ള ഇതിൽ നടക്കുന്ന മിടുക്കരായ കോളേജിൽ വരുന്ന ഈ സൈക്കിൾ ചെയിനും വാളും കൊണ്ടെന്ന വടിവാളും കൊണ്ടല്ല അല്ലാതെ വരുന്ന ആളുകളെയൊക്കെ കൊള്ളാവുന്നവന്മാരെ തിരഞ്ഞെടുക്കണം. അവർ അഡ്രസ്സ് ചെയ്തോളും. സ്റ്റുഡൻസിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിന് പ്രശ്നം വന്നിരുന്നത് എപ്പോഴും മാനേജ്മെൻറ്റുമായിട്ടോ അല്ലെ ഗവൺമെൻറ്റുമായിട്ടോ അല്ലെ കോളേജിലെ ഭരണാധികാരികളുമായിട്ടോ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ നല്ലൊരു യൂണിയൻ മതി. അതിന് രാഷ്ട്രീയമൊന്നും വേണ്ട. അതിന് ABVP-യോ അല്ല SFI-യോ KSU ഒന്നും ആവണ്ട, MSF-ഓ ഇതൊന്നും ആവേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇതെല്ലാം നിരോധിക്കണം. കാരണം ഒന്നാമത് വർഗീയമായി അകലും ഈ കുഞ്ഞുങ്ങൾ, രാഷ്ട്രീയമായിട്ട് ഈ കുഞ്ഞുങ്ങൾ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ആ പകപോക്കലിനകത്ത് അവരുടെ മനസ്സ് അകലും. അവരിൽ കലുഷിതമായ ഒരു മനസ്സ് ഉണ്ടാക്കി തീർക്കുന്നതാണ് ഈ കലാലയ രാഷ്ട്രീയം. അത് നിർബന്ധമായിട്ടും ഇല്ലാതാകണം. ഇല്ലാതായില്ലെങ്കിൽ ഇതേപോലെ ഉള്ള സംഭവങ്ങൾ ആവർത്തിക്കും. മാത്രമല്ല പരീക്ഷ എഴുതാതെ ആളുകൾ പാസ്സാവും.
പിന്നെ പോയി ഇത് ഇത്തിരി വലിയ കുഴപ്പങ്ങളും ഉള്ള വൃത്തികേട് മുഴുവൻ കാണിക്കുന്നവനൊക്കെ പോലീസിൻ്റെ പരീക്ഷയിലൊക്കെ കോൺസ്റ്റബിൾ അതിൻ്റെ പരീക്ഷയിലൊക്കെ 1ാം റാങ്ക് നേടും. അതാ സംഭവിക്കാൻ പോകുന്നത്.